പ്രേമ ഈ ഇന്ത്യയുടെ യുദ്ധവിമാനം തേജസ് ഈ കഴിഞ്ഞ ദിവസം ദുബായിൽ വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നതിനിടയിൽ അത് തകർന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ നിരവധി അഭ്യൂഹങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കേൾക്കുന്ന അഭ്യൂഹങ്ങൾ? ചേട്ടാ, ഇത് ഏറ്റവും വലിയ ഒരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഈ തേജസിനെതിരെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചാരണം ഉണ്ടായിരുന്നു. ഈ തേജസ് യുദ്ധവിമാനത്തിന് വലിയ സാങ്കേതിക തകരാറുണ്ട്, ഇതിന് വലിയ ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പ്രചാരണം നടത്തിയിരുന്നത്. അപ്പോൾ അത് നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അതിൽ ഫാക്ട് ചെക്ക് നടത്തി അത് വാസ്തവവിരുദ്ധമായ പ്രചാരണമാണെന്നും ഇത് സാധാരണഗതിയിൽ ഈ യുദ്ധവിമാനങ്ങളുടെ എയർ കണ്ടീഷനിങ് സംവിധാനം, അതായത് ശീതീകരണ സംവിധാനം അത് പ്രവർത്തിക്കുമ്പോൾ വിമാനത്തിന്റെ അടിഞ്ഞുകൂടുന്ന വെള്ളം അത് ഊറ്റിക്കളയുന്ന അത് സ്വാഭാവികമായി ഒരു യുദ്ധവിമാനം അതിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ് എന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വിശദീകരിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പൊ ഈ അപകടം അത് ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു സംഗതിയല്ല, വളരെ അപ്രതീക്ഷിതമായിട്ട് നടന്ന ഒരു സംഗതി. കാരണം തേജസ് എന്ന് പറയുന്ന വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് ഉപയോഗത്തിൽ വന്നിട്ട് 24 വർഷമായി. 23 വർഷം ഒരു പ്രശ്നവുമില്ലാതെ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വിമാനമാണ് തേജസ്. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ യുദ്ധവിമാനങ്ങളുടെ പട്ടികയിൽ പരിഗണിക്കപ്പെടുന്ന ഒരു വിമാനം കൂടിയാണ് തേജസ്. കഴിഞ്ഞ വർഷം 2024 ആണ് തേജസിന് ആദ്യമായിട്ട് ഒരു അപകടം നേരിടുന്നത്. അത് നമ്മുടെ രാജസ്ഥാനിൽ ജയ്സാൽമീറിൽ വെച്ച് നടന്ന ഒരു സൈനിക പരിശീലന പറക്കലിനിടെ ആ വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തനരഹിതമായി അതിന്റെ ഓയിൽ ഫ്ലൂയിഡ് സിസ്റ്റം തകരാറിലായി. അങ്ങനെ എഞ്ചിൻ പ്രവർത്തനം നിലച്ചു. പക്ഷെ പൈലറ്റ് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പൈലറ്റ് സീറ്റ് എജക്ട് ചെയ്ത് രക്ഷപ്പെട്ടു. പക്ഷെ ദുബായിൽ നടന്ന സംഭവത്തിൽ ദൗർഭാഗ്യകരമായിട്ട് ആ വിമാനത്തിന്റെ പൈലറ്റ് നാംനാഷ് സായൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഹിമാചൽ സ്വദേശിയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം വിംഗ് കമാൻഡർ ആണ്. ദീർഘകാലം എയർഫോഴ്സിൽ പ്രവർത്തന പരിചയമുള്ള അല്ലെങ്കിൽ സർവീസ് റെക്കോർഡുള്ള ഒരു വൈമാനികനാണ് നാംനാഷ് സായൽ. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഇതുവരെ പിഴവ് സംഭവിച്ചതായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് ഇല്ല. വളരെ മികച്ച ഇന്ത്യൻ എയർഫോഴ്സിലുള്ള ഒരു മികച്ച ഒരു പൈലറ്റ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും ഒരു നമ്മുടെ എയർഫോഴ്സിലെ ഒരു പൈലറ്റ് തന്നെയാണ്. അഫ്സാൻ എന്നാണ് അവരുടെ പേര്. അപ്പൊ ഇങ്ങനെ ഇന്ത്യൻ വ്യോമസേനയിലെ വലിയ പരിചയസമ്പന്നനായ ഒരു പൈലറ്റിന് ഒരു പിഴവ് സംഭവിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. കാരണം ഈ വിമാനം തേജസ് എന്ന് പറയുന്ന വിമാനം അത് ഒരു അഭ്യാസ പ്രകടനത്തിനിടെയാണ് തകർന്നു വീഴുന്നത്. അതായത് ഇതിലെ സാങ്കേതിക പദം ബാരൽ റോൾ എന്നാണ് പറയുക. അതായത് കരണം മറിയുക. ഒരു വിമാനം സഞ്ചരിച്ചു വന്നിട്ട് അത് കരണം മറിഞ്ഞ് നിവർന്ന്, അതായത് അത് ഓടിക്കുന്ന പൈലറ്റ് തലകീഴായി വന്നതിന് ശേഷം അത് വിമാനം നിവർന്ന് വീണ്ടും സഞ്ചരിക്കുന്നതായിട്ടാണ്. പിന്നീട് മറ്റൊരു അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി, അതായത് നെഗറ്റീവ് ജി എന്നാണ് അതിന്റെ പേര്, ഇതിന്റെ ഭാഗമായിട്ട് ഈ വിമാനം താഴ്ന്നു പറന്ന് വീണ്ടും കുതിച്ചുയരുക എന്നുള്ള ഒരു രീതി. അപ്പൊ ഈ താഴ്ന്നു പറന്ന സമയത്ത് ഈ വിമാനത്തിന് മതിയായ വേഗത കൈവരിക്കാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ വിമാനത്തിന്റെ എഞ്ചിന് ആവശ്യമായ ത്രസ്റ്റ്, അതായത് താഴ്ന്നു പറന്നിട്ട് വീണ്ടും മുകളിലേക്ക് ഉയരാൻ ആവശ്യമായ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഈ വിമാനത്തിന്റെ എഞ്ചിന് സാധിച്ചില്ല. അല്ലെങ്കിൽ അതിന് താഴ്ന്നു പറന്ന ആ സമയത്തിന് തന്നെ സാങ്കേതിക തകരാർ സംഭവിച്ച് വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തനരഹിതമായിട്ടുണ്ടാകാം തുടങ്ങിയ നിഗമനങ്ങളാണ് എത്തുന്നത്. ഒന്ന്, പൈലറ്റിന്റെ കണക്കുകൂട്ടലിൽ വന്ന പിഴവ്, അതായത് താഴ്ന്നു പറന്ന ശേഷം അമിതമായി താഴ്ന്നതിന് ശേഷമാണ് പൈലറ്റ് കുതിച്ചുയരാനായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവുക. അങ്ങനെ പൈലറ്റിന് സംഭവിച്ച കണക്കുകൂട്ടലിലെ പിഴവ്, അല്ലെങ്കിൽ വിമാനത്തിന്റെ എഞ്ചിൻ മതിയായ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വിമാനത്തിന്റെ എഞ്ചിൻ പരാജയപ്പെട്ടു, അങ്ങനെ സംഭവിച്ചൊരു പിഴവ് എന്ന രീതിയിലാണ് ഈ അപകടത്തെ വ്യാഖ്യാനിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി സാധ്യത തൽക്കാലം അന്വേഷണ സംഘം തള്ളിക്കളയുകയാണ്. കാരണം ഇത് ഈ അപകടത്തിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് പേർ അവിടെ സാക്ഷികളായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യക്തമായ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ലഭ്യമാണ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിക്കുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. 2 സാധ്യതകളാണ് ഇപ്പോൾ പറയുന്നത്. ഒന്ന്, പൈലറ്റിന് സംഭവിച്ച ഒരു പിഴവ്. 2, വിമാനത്തിനുണ്ടായ സാങ്കേതിക തകരാർ. പക്ഷെ ഈ കുഞ്ഞൻ വിമാനം അത് ഇന്ത്യയുടെ ഒരു അഭിമാന പദ്ധതി തന്നെയാണ്. 4000 കിലോ വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള
ഏതാണ്ട് 850 കിലോമീറ്റർ റേഞ്ച് ഉള്ള ഒരു വിമാനം. അത് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ ശ്രേണിയിൽപ്പെട്ട, ഈ കുഞ്ഞൻ യുദ്ധവിമാനങ്ങളുടെ ശ്രേണിയിൽപ്പെട്ട ഏറ്റവും മികച്ച ഒരു വിമാനമായിട്ടാണ് തേജസിനെ ഇതിനോടകം തന്നെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചെങ്കിൽ പോലും ഏറ്റവും സുരക്ഷിതമായ യുദ്ധവിമാനങ്ങളുടെ പട്ടികയിൽ തന്നെയാണ് തേജസ് ഇപ്പോഴും ഉള്ളത്. ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് ഈ വിമാനത്തിന് ഉണ്ടായ അപകടം സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ്. ഒരു കോർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇന്ത്യൻ എയർഫോഴ്സ് ഇതിനോടകം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇനി UAE അധികൃതരുടെ പിന്തുണയും കൂടി ഇന്ത്യൻ ഭരണകൂടത്തിന് വേണ്ടി വരും. കാരണം അവിടെ ഈ തകർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും അത് ഇന്ത്യയിലേക്ക് മടക്കി എത്തിക്കണം, തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷികൾ, ഈ രക്ഷാപ്രവർത്തനത്തിൽ അടക്കം പങ്കെടുത്തവരുടെ പങ്കാളിത്തം, ഇതെല്ലാം ഈ അന്വേഷണത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന സംഗതികളാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പൊ ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നു, ഈ തേജസിനെ അട്ടിമറിച്ചതാണോ? കാരണം ഇന്ത്യയെ സംബന്ധിച്ച് പ്രതിരോധ സാമഗ്രികൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുക എന്ന ഒരു പോളിസിയിൽ വലിയ മാറ്റം വരുത്തി സ്വന്തമായി നിർമ്മിച്ച യുദ്ധസാമഗ്രികൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള കയറ്റുമതി സാധ്യത, ഇപ്പൊ തേജസിന്റെ കയറ്റുമതി അടക്കം പല വിദേശ രാജ്യങ്ങളും തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിട്ട് താല്പര്യപ്പെട്ട് മുമ്പോട്ട് വന്നിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ലോകത്തെ ഏറ്റവും വലിയ എയർ ഷോകളിൽ ഒന്നായ ദുബായ് എയർ ഷോയിൽ വെച്ച് ഒരു ഇന്ത്യൻ ഫൈറ്റർ ജെറ്റ് അത് ഇത്രയും പേരുടെ മുമ്പിൽ, ഇത്രയും വീഡിയോ ദൃശ്യങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് തകർന്നു വീഴുക എന്നത് സംബന്ധിച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഈ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയിൽ വലിയ ചുവടുവെപ്പുകൾ നടത്താനായിട്ട് ലക്ഷ്യമിടുമ്പോൾ ഇത്തരത്തിലൊരു അപകടം ആ സാധ്യതകൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായും തേജസിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഇതിലുണ്ടാകും. ഏറ്റവും നിഗൂഢമായ സംഗതി, ഒരു അപകടം മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ വ്യോമസേന പൈലറ്റുമാർക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട് സ്വയം എജക്ട് ചെയ്യാനുള്ള സംവിധാനം, അതായത് സീറ്റ് വിമാനത്തിൽ നിന്ന് തെറിച്ച് പോകാനുള്ള സംവിധാനം എല്ലാ യുദ്ധവിമാനങ്ങളിലും ഉണ്ട്. ഇവിടെ മാർട്ടിൻ ബക്കർ, ഈ മേഖലയിലുള്ള ഏറ്റവും മികച്ച സുരക്ഷാ സീറ്റുകൾ ഒന്നായ മാർട്ടിൻ ബക്കറുടെ സീറ്റാണ് തേജസ് യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ പൈലറ്റിന് അങ്ങനെ സീറ്റ് എജക്ട് ചെയ്യാനുള്ള സാവകാശം കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പൈലറ്റിന്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം. വിമാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക കുഴപ്പം ഉണ്ടായാലും പൈലറ്റിന്റെ ജീവൻ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ സജ്ജീകരിച്ചിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിമാനം വളരെ താഴ്ന്നു പറന്നതിന് ശേഷം വീണ്ടും അത് ഉയർന്നു പറക്കാൻ ആവശ്യമായ ത്രസ്റ്റ് ആ വിമാന എഞ്ചിൻ ഉത്പാദിപ്പിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പൈലറ്റിന് സംഭവിച്ച കണക്കുകൂട്ടലിലെ പിഴവ് അത് തന്നെ ആവണം ഈ വിമാനത്തിന്റെ അപകടത്തിലേക്ക് നയിച്ചത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഈ അപകടം കൊണ്ട് തേജസ്സുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നില്ല. വീണ്ടും നമ്മൾ നമ്മുടെ യുദ്ധവിമാനങ്ങൾ നമ്മുടെ എയർഫോഴ്സിന്റെ ഭാഗമാക്കാനുള്ള, അതായത് നമുക്കിപ്പോൾ 11 സ്ക്വാഡ്രൺ വിമാനങ്ങളുടെ കുറവുണ്ട്. നിലവിൽ നമ്മൾ 83 തേജസ് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിന് കൂടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കരാർ കൊടുത്തിട്ടുണ്ട്. നേരത്തെ 40 എണ്ണം 2001 തേജസിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ നടന്നത്. പിന്നീട് 4000-ഓളം പരീക്ഷണ പറക്കലുകൾ പൂർത്തിയാക്കി 2016 വ്യോമസേനയുടെ ഭാഗമാകുന്നത്. അപ്പോൾ 40 തേജസ് യുദ്ധവിമാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ അതായത് തേജസ് മാർക്ക് 1 എന്ന സീരീസിൽപ്പെട്ട 40 യുദ്ധവിമാനങ്ങളാണ് വ്യോമസേനയുടെ ഭാഗമായിരുന്നത്. പിന്നീട് 83 യുദ്ധവിമാനങ്ങൾ കൂടി 2021 ഓർഡർ കൊടുത്തെങ്കിലും 2024 അത് വ്യോമസേനയുടെ ഭാഗമാകേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോഴും അതിന്റെ പൂർത്തീകരണം ഉണ്ടായിട്ടില്ല. കൂടാതെ 2025 വീണ്ടും ഒരു 97 വിമാനങ്ങൾക്ക് കൂടി പ്രതിരോധ മന്ത്രാലയം തേജസിന് വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കരാർ കൊടുത്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ തേജസിന്റെ അടുത്ത പതിപ്പായ MK2 മാർക്ക് 2 എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട നിർമ്മാണത്തിലേക്കും ഇന്ത്യ കടക്കുകയാണ്. അപ്പോൾ ഈ അപകടം ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള പ്രതീക്ഷകളെ ബാധിക്കുന്നില്ല. പക്ഷേ തേജസിനെ സംബന്ധിച്ച് ആഗോളതലത്തിൽ ഒരു ആശങ്ക ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരു പക്ഷേ ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ കാരണം സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ ആശങ്കകളും പരിഹരിക്കപ്പെടുമായിരുന്നു.